നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മുട്ടുവേദനയുണ്ട്, അഥവാ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ മുട്ടുവേദന, ഇരുന്ന് എണീക്കുമ്പോഴൊക്കെ മുട്ടുവേദന ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ പെറ്റല്ലോ ഫീമറൽ സിൻഡ്രോം കാരണമാവാം. അപ്പോൾ പെറ്റല്ലോ ഫീമറൽ സിൻഡ്രോം എന്നുള്ളത് ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അത് യൂഷ്വലി കണ്ടുവരുന്നത് ചെറുപ്പക്കാരിൽ വരുന്നുണ്ട്, അതേപോലെ റിക്കറൻ്റ് ആയിട്ട് നീഡ് യൂസ് വരുന്ന ആൾക്കാരിൽ വരുന്നുണ്ട്, ഫീമെയിൽ പോപ്പുലേഷനിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരിൽ നമുക്ക് പെറ്റല്ലോ ഫീമറൽ സിൻഡ്രോം കണ്ടുവരുന്നതാണ്. അപ്പോൾ പെറ്റല്ലോ ഫീമറൽ സിൻഡ്രോം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നീ ക്യാപ്പ് അഥവാ മുട്ടിന് ചിരട്ടയുടെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അത് വരുന്നത്. അത് എന്തുകൊണ്ട് പല കാരണങ്ങളാൽ വരാം. മുട്ടിൻ്റെ ചിരട്ടയിൽ വരുന്ന തേയ്മാനം കാരണം വരാം, അല്ലെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ മസിൽസിൻ്റെ ഒരു മിസ്അലൈൻമെൻറ്റ് കാരണം, അതായത് ചില മസിൽസ് വീക്കാണ്, ചില മസിൽസ് ടൈറ്റ് ആണ്, ഇതുകൊണ്ട് വരുന്ന ഒരു ബയോമെക്കാനിക്കൽ സ്ട്രെസ്സ് കാരണം വരാം. ഇനി നമ്മുടെ ടെൻഡൻസിൻ്റെ ഒക്കെ വീക്ക്നെസ് കാരണം, അങ്ങനെ പല കാരണങ്ങളാൽ മുട്ടിന് ചിരട്ടയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതായത് പെറ്റല്ലോ ഫീമറൽ ജോയിന്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണമാണ് നമുക്കിത് വരുന്നത്. അപ്പോൾ അത് യൂഷ്വലി പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് കയറുമ്പോൾ ഇറങ്ങുമ്പോഴുള്ള വേദന, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴുള്ള ഒരു പോപ്പിംഗ് സൗണ്ട് പോലെ വരാം, അതേപോലെ കാലിൽ എന്തോ ഒരു കട്ടിയായി നിൽക്കുന്ന പോലെ, ഈ രീതിയിലാണ് നമുക്കിത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതൊരു ബയോമെക്കാനിക്കൽ കോസ് കാരണം വരാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് എക്സസൈസ് ഒരു അലൈൻമെൻറ്റ് കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പെറ്റല്ലോ ഫീമറലിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെറ്റല്ലോ ഫീമറൽ സിൻഡ്രോത്തിൻ്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചാണ്. അതായത് മസിൽ വീക്ക്നെസ് ആണോ, മസിൽ സ്റ്റിഫ്നെസ് ആണോ, അത് ടെൻഡൻ്റെ വീക്ക്നെസ് ആണോ, എന്താണ് കോസ് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിന്, അതായത് നിങ്ങൾക്ക് മിസ്അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീക്കായ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ്, അതേപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസസ്, ഫുട് വെയർ കറക്ഷൻ, അലൈൻമെൻറ്റ് കറക്ഷൻ, ഓർത്തോട്ടിക്സ്, ഇതൊക്കെ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കാർട്ടിലേജിൽ എന്തെങ്കിലും വേരിയൻറ്റ് ടയർ ഉണ്ടെങ്കിൽ അതിനുള്ള റീജനറേറ്റീവ് തെറാപ്പീസ് ഉണ്ട്. അങ്ങനെ നമുക്കൊരു കറക്റ്റായിട്ട് അതിൻ്റെ കോസ് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പെറ്റല്ലോ ഫീമറൽ സിൻഡ്രോം എന്നുള്ളത് ഒരു ഈസിലി ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്.